ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ 2025 നടന്ന ദുറൂസുൽ ഇസ്ലാം 2 നമുക്ക് ദുറൂസുൽ ഇസ്ലാമിലെ 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കഴിഞ്ഞ വർഷം പൊതുപരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ വർഷം പൊതുപരീക്ഷക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി പഠിക്കാവുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ആദ്യം വന്നത്. ഖബർ ജീവിതം ഓർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായി. ആർക്കാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായിരുന്നത്. 2, ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം എവിടെയാണ്? മഹ്ശറയിൽ ഒരു ദിവസത്തിന് 50,000 ദിവസത്തിൻ്റെ ദൈർഘ്യമാണ്. ഇനി മൂന്നാമത്തത്, ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നു. ആരായിരുന്നു ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. സത്യവിശ്വാസികളുടെ കടമയാണ്. എന്താണ് സത്യവിശ്വാസികളുടെ കടമ? പ്രകൃതി സംരക്ഷണം. സത്യവിശ്വാസികളുടെ കടമയാണ് പ്രകൃതി സംരക്ഷണം. അടുത്തത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത് എവിടെയാണ്? ഈജിപ്തിലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത് ഈജിപ്തിലാണ്. അടുത്തത്, പഴങ്ങൾ എന്ന വാക്കിൻ്റെ അറബി പദം. പഴങ്ങൾ എന്നാൽ ഫവാക്കിഹ് എന്നാണ്. ഫവാക്കിഹ്. ഹുലാർ എന്നാൽ പച്ചക്കറി. അനാനാസ് എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക. അപ്പോൾ നമ്മളൊരു അറബി ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അറബി പാഠഭാഗത്തു നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അറബി ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലെ 3 അറബി പാഠങ്ങളാണുള്ളത്. 20ാമത്തെ പാഠം വരെയുള്ള 11 മുതൽ 20 വരെയുള്ളതിൽ അറബി പാഠങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്നാണ് ഇത് വരിക, മനസ്സിലാക്കട്ടോ. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചു. ആരായിരുന്നു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു. കർഷകർ ഒഴിവാക്കുന്ന വിളകളൊക്കെ ആയിരുന്നു ഭക്ഷിച്ചിരുന്നത്. അടുത്തത്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തു. ആരായിരുന്നു ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ആരായിരുന്നു ഷർട്ട് കൊണ്ടുവന്നത്? റബിയ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ റബിയ റളിയല്ലാഹു അൻഹു ആണ് ഷർട്ട് കൊണ്ടുവന്നത്. അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകിയതായിരുന്നു. ഉളൂ ചെയ്ത് കഫംപുട പുതച്ച് വഫാത്തായി. ആരായിരുന്നു? ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു. ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു. അതിൻ്റെ എഴുതാ. അടുത്തത്, ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം രചിച്ചു. ആരാണ് ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം രചിച്ചത്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ആരായിരുന്നു? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി. ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയി. അവിടുന്ന് മുസ്ലിമായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. തിരിച്ചു പോരുമ്പോൾ മാലിക് ബിൻ ദിനാറും സംഘവും ഉണ്ടായിരുന്നു അല്ലേ? അവരാണ് കേരളത്തിൽ മതപ്രബോധനം നടത്തിയത്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കുടുംബ ബന്ധങ്ങൾ ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. എന്താണ്? കുടുംബ ബന്ധങ്ങൾ തകരുക. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുക ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ദൂർത്തടിക്കുന്നവർ ഡാഷിൻ്റെ സഹോദരന്മാരാണ്. ആരുടെയാണ്? പിശാജിൻ്റെ. ദൂർത്തടിക്കുന്നവർ പിശാജിൻ്റെ സഹോദരന്മാരാണ്. അടുത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കി. എത്രയായിരുന്നു? 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിലധികം ഹദീസുകൾ. 8 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗ്രന്ഥമാണ് മുസ്നദ്. 8 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ് മുസ്നദ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥം, മനസ്സിലാക്കട്ടാ. അടുത്തത്, ഖബറിൽ ഡാഷ് സ്വർഗീയ സുഖം ലഭിക്കും. ആർക്കാണ്? സജ്ജനങ്ങൾക്ക്
ഖബറിലെ സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ലഭിക്കും. നരകയാതനകൾ ലഭിക്കും. ആർക്ക്? ദുർജനങ്ങൾക്ക്. ഖബറിലെ നരകയാതന ദുർജനങ്ങൾക്കാണ്. അപ്പം അങ്ങനെ ചോദ്യം മാറി വരാം, മനസ്സിലാക്കട്ടാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഡേഷാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. എന്താണ്? 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. അന്ത മൗലാന ഡാഷ് അലൽ കൗമിൽ കാഫിരീൻ. നമ്മൾ ആമന റസൂല് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം അതിൽ നിന്നാണ് വന്നത്. അന്ത മൗലാന ഫൻസുർന അലൽ കൗമിൽ കാഫിരീൻ. അതുപോലെ ഇടയെന്ന് വരാം, മനസ്സിലായില്ല? എന്തായിരുന്നു? വക്കാലു സമീന ഡാഷ് റബ്ബന വൈലേക്കൽ മസീർ. വക്കാലു സമീന വാതഇന ഉഫ്രാനക റബ്ബന വൈലേക്കൽ മസീർ. ആമൻ റസൂലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ? അപ്പം അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ് എന്തിൻ്റെ അടയാളമാണ് അമാനത്ത് നഷ്ടപ്പെടുക? ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. വിശ്വസ്തത നഷ്ടപ്പെടുന്നു, അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അമാനത്ത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക എന്ന്. അടുത്തതാ, ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണ്. ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണ്. ആരുടെ ഭരണകാലത്താണ് രാജ്യത്ത് ജറാദുകളുടെ എണ്ണം കുറഞ്ഞത്? 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ജറാദുകളുടെ എണ്ണം. ജറാദുകൾ അത് തന്നെയാണ് വെട്ടുകിളികൾ കേട്ടോ, മനസ്സിലാക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് ബാഗ്ദാദിലാണ്. ബാഗ്ദാദിൽ. റൂഹുല്ല എന്ന പേരുള്ള നബി ആരാണ്? റൂഹുല്ല എന്ന പേരുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം. അപ്പം അത് എഴുതുക. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖലീലുർ റഹ്മാൻ എന്ന പേരുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. പിന്നെ ഹബീബുല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടാ. ഇനി എന്താണ്? ഉപ്പ് എന്നതിൻ്റെ അറബി പദം. ഉപ്പ് എന്നതിന് മിൽഹ് എന്നാണ്. മിൽഹ് നമ്മളെ അറബി ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. അപ്പോൾ അത് അതിൽ അരി പഞ്ചസാര ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ, തോക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. തോക്കത്ത് എന്നാൽ കഴിവ് എന്നാണ്. തോക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവ് എന്നാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. എന്താണ്? സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും. ആർക്കാണ് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുക? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുക. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുമാണ് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുക. അപ്പോൾ അത് എഴുതട്ടാ. അടുത്തത്, താജുദ്ദീൻ എന്ന സഹാബി യാത്രാ സംഘത്തോട് വസിയത്ത് ചെയ്തു. എന്തായിരുന്നു വസിയത്ത് ചെയ്തത്? എന്ത്? ആരായിരുന്നു താജുദ്ദീൻ? ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും മുസ്ലിമായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ച് പോരുമ്പോൾ ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൂടെയുള്ളവർക്ക് തൻ്റെ കൈപ്പടയിൽ ഒരു കത്തെഴുതി. പിന്നെ എന്താണ്? യാത്ര തുടരണമെന്നും കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് യാത്ര തുടരണമെന്നും കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നുമാണ് താജുദ്ദീൻ വസിയത്ത് ചെയ്തത്. മനസ്സിലാക്കി പഠിക്കട്ടെ. നമ്മളെ 19ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടത്. അടുത്തത് എന്താണ്? അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? മക്ക, മദീന, യമന്, ഇറാഖ് എന്നീ സ്ഥലങ്ങളിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത്. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? കൊലപാതകം വർദ്ധിക്കും.
പിന്നെ വ്യഭിചാരം വർദ്ധിക്കും, പലിശ ഇടപാടുകൾ വർദ്ധിക്കും, സംഗീതമേളകൾ വർദ്ധിക്കും, പിന്നെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും. അതൊക്കെ നമുക്ക് എഴുതാം, വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന രണ്ട് കാര്യങ്ങൾ. പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന രണ്ട് കാര്യങ്ങളാണെന്ത്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കലും കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുകയും. പണ്ഡിതൻ നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണം എന്തായിരുന്നു? കാരണം എന്താണ്? ആ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. ആ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ് അതിന് കാരണം. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. അതാണ് റൊട്ടി സ്വീകരിക്കാത്തതിന് കാരണം. അടുത്തത് വഅഫു അന്ന എന്നതിൻ്റെ സാരം എഴുതണം. എന്താണ്? ആമൻ റസൂലിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾക്കു നീ മാപ്പു നൽകണമേ. അതിൻ്റെ തദ്രിബാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉഫ്രാനക്ക, നിന്നോട് ഞങ്ങൾ പൊറുക്കാൻ തേടുന്നു, ലാ തുആഹിദ്ന, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടാ. അതുപോലെ അർത്ഥം എഴുതാൻ വരാം. ഇനി കുറിപ്പ് എഴുതാനാണ്, 5 വരി കുറയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാത്ത്, അഷ്ഷഫാത്തുൽ ഉളുമാ. എന്താണ്? ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. മഹ്ശറിലെ ഭയാനക അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അരികിൽ ചെല്ലും. ഞാൻ അതിന് അർഹനല്ല എന്ന മറുപടി അവരെല്ലാം നൽകും. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ജനങ്ങൾ ഷഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഞാൻ അതിന് അർഹനാണ്. എന്നിട്ട് അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തൂ, ചോദിക്കൂ, നൽകാം, ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതിനെ അഷ്ഷഫാത്തുൽ ഉളുമാ എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ 17ാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കട്ടാ. അടുത്തത് എന്താണ്? ദൂർത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ 14ാമത്തെ പാഠം, അതിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചത്. എന്തേതാ നമുക്ക് ദൂർത്തടിക്കുന്നതിനെ കുറിച്ച്? പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദൂർത്ത്. നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. ദൂർത്തടിക്കുന്നവരെ കുറിച്ച് ഇപ്രകാരമാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്: ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ അപ്പുറവും ഹറാമായ കാര്യങ്ങൾക്കും പൊങ്ങച്ചത്തിനും വേണ്ടി ചിലവഴിക്കുന്നതെല്ലാം ദൂർത്താണ്. അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് ദൂർത്ത്. അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് ദൂർത്ത്. മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. അതൊക്കെ ചോദ്യം വരാറുണ്ട്. സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ് എന്ത്? മിതത്വം. അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് എന്ത്? ദൂർത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ചിട്ട് എഴുതാം. നമുക്ക് ആ പാഠത്തിൽ തന്നെ പ്രകൃതി സംരക്ഷണം എന്നതിനെ കുറിച്ചിട്ടും എഴുതാൻ വരാറുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യപേപ്പറുകളൊക്കെ ഉപകാരപ്പെടുത്തുക. അതിൽ 14ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്, നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. ആ ഭാഗത്തു നിന്നൊക്കെ മനസ്സിലാക്കി എഴുതാം. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. ഞാൻ വീഡിയോയിലും പറഞ്ഞ് ഒരുപാട് വലിയ വീഡിയോ ആക്കി ചെയ്യുന്നില്ല. നമുക്ക് മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അതിൻ്റെ ലിങ്കുകളൊക്കെ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85.
നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ അത് പെട്ടുപോവുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.